ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ലൈഫിൽ നമുക്ക് മോട്ടിവേഷനാണോ ആവശ്യം അതോ ഇൻസ്പിറേഷനാണോ ആവശ്യം എന്നുള്ള ചോദ്യങ്ങൾ പലയിടത്തു നിന്നും ഉയർന്നു വരാറുണ്ട്. ചിലർ പറയും മോട്ടിവേഷനാണ് നമുക്ക് അത്യാവശ്യം, ചിലർ പറയും നമുക്ക് ഇൻസ്പിറേഷനാണ് അത്യാവശ്യം, ചിലർ പറയും ഇത് രണ്ടുമല്ല നമുക്ക് അത്യാവശ്യം, വേറെ ചില കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം എന്നൊക്കെ പറയും. ഇപ്പം മോട്ടിവേഷനായാലും ഇൻസ്പിറേഷനായാലും ഒക്കെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ഓഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് പല തരത്തിലുള്ള വിഷയങ്ങൾ, പ്രോബ്ലംസ് ഉണ്ട്, ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അപ്പോൾ മോട്ടിവേറ്റേഴ്സ് ഉണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അത് പലതരത്തിലുണ്ട്, പല വിഷയങ്ങളിൽ അല്ലേ. കരിയർ ബേസ്ഡ് ഉണ്ട്, റിലേഷൻഷിപ്പ് ബേസ്ഡ് ഉണ്ട്, ഫൈനാൻസ് ബേസ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ബേസ്ഡ് ഉണ്ട്, അല്ലെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, പിന്നെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം ഈ മേഖലകളെ അതായത് മനുഷ്യൻ വ്യാപരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെ സംബന്ധിച്ചായിരിക്കും നമ്മുടെ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ തന്നെ. അപ്പോൾ ഇതിലേതാണ് പ്രയോജനം, അഡ്വാൻറ്റേജ്, ബെനഫിഷ്യൽ ഏതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു ജനറലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. സ്പെസിഫിക്കായിട്ടൊന്നും പറയാൻ സാധിക്കത്തില്ല. മോട്ടിവേഷനാണോ ഇൻസ്പിറേഷനാണോ നമുക്ക് ആവശ്യം എന്നുള്ളത്. പക്ഷേ രണ്ടു തന്നെ ആയാലും ശരി, ഒരു വ്യക്തി ഫേസ് ചെയ്യുന്ന പ്രശ്നം, കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ഇല്ല, നമ്മൾ പല പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, പല ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ റിലേഷൻ ബേസ്ഡ്, അല്ലെങ്കിൽ കരിയർ ബേസ്ഡ്, ഫൈനാൻസ് ബേസ്ഡ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ, ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നല്ല പ്രോബ്ലംസ് ഫേസ് ചെയ്യാം. ചിലപ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ആ വ്യക്തിക്ക് മറ്റ് ഇതുപോലുള്ള എക്സ്പെർട്ടൈസ് നൽകുന്ന കോച്ചസ് അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ്, ഇൻസ്പിറേറ്റേഴ്സിനെയൊക്കെ ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെ ഓക്കെ. അപ്പം അത് അങ്ങനെ ആണെങ്കിൽ തന്നെയും നമുക്ക് വളരെ അത്യാവശ്യം, ഇപ്പോൾ മോട്ടിവേഷനാണോ ഇൻസ്പിറേഷനാണോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കൃത്യമായി പറയുന്നില്ല. പക്ഷെ നമുക്ക് വേണ്ടത്, ഒരു വ്യക്തി ഒരു പ്രശ്നം നേരിടുമ്പോൾ ആ വ്യക്തി നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ദിശ ആ വ്യക്തിക്ക് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുമ്പിൽ എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത്, ഏത് ഡയറക്ഷനാണ് പോകേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഡെസ്പോണ്ടൻസി എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ആശയക്കുഴപ്പം എപ്പോഴും വ്യക്തികൾ ഫേസ് ചെയ്യുന്ന വലിയൊരു വിഷയമാണ്. ഒട്ടുമിക്ക എല്ലാ വ്യക്തികളും നേരിടുന്നൊരു വിഷയമാണ്. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനായിട്ട് അവർ കണ്ടെത്തുന്ന വഴികൾ വളരെ റോങ് ആയിട്ടുള്ള ഡയറക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു ജേർണി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒട്ടുമിക്ക വ്യക്തികളും, അതായത് 10-9 വ്യക്തികളും അല്ലെങ്കിൽ 100-99 വ്യക്തികളും ഫേസ് ചെയ്യുന്ന ഒരു വലിയ വിഷയമാണ്. അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായാലും ശരി, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായാലും ശരി, അവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ലാക്ക് ഓഫ് ഡിറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിയായിട്ടുള്ള ദിശയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഇനബിലിറ്റി അല്ലെങ്കിൽ കഴിവില്ലായ്മ. അത് പല കാരണങ്ങളുണ്ടാകും. നമ്മുടെ മനസ്സിലെ ഡൗട്ടുകളുണ്ടാകാം, പിന്നെ ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ ഇല്ലേ, പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഒത്തിരി ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള അറിവുകൾ നമുക്കില്ലാത്തത് കൊണ്ട്. കാരണം പലരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ശരിയായ അറിവ് കിട്ടുന്നില്ല, ഏത് ഡയറക്ഷനിലേക്ക് നമുക്ക് കൃത്യമായി പോകണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ വ്യക്തികൾ ഈ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു റെസിപ്പി അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നൽകുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് ശരിയായിട്ടുള്ള ദിശ. ഒരു വ്യക്തി ഫേസ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടായിരിക്കില്ല, എന്തിനായിരിക്കില്ല, സാമ്പത്തികമായിരിക്കാം, മുമ്പേ നമ്മൾ പറയുന്ന കരിയർ ബേസ്ഡ് ആയിരിക്കാം, റിലേഷൻഷിപ്പിലെ വിഷയമായിരിക്കാം, ബിസിനസ്സിലെ, പ്രൊഫഷണലിലെ ഒക്കെ തന്നെ നേരിടുന്ന പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ആ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബിസിനസ്സുകാരൻ, ഒരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച്, ഈ മേ ബി ഫേസിങ് ലോഡ് ഓഫ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ്. ചിലപ്പോൾ ക്യാഷ് ഫ്ലോ ആയിരിക്കാം വിഷയം, ഇല്ലേ, ചിലപ്പം ഡിക്രീസിങ് സെയിൽസ് ആയിരിക്കാം, ഡിക്രീസിങ് റവന്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻക്രീസിങ് എക്സ്പെൻസ് ആയിരിക്കാം. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ ആ ഒരു വ്യക്തി നേരിടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അവിടെയെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം നൽകുക എന്നുള്ളതാണ്
അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഡയറക്ഷൻ നമുക്ക് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം. അത് മോട്ടിവേഷൻ ആയിക്കോട്ടെ, അത് ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. നമ്മൾ ആ പേരിട്ട് വിളിക്കുന്നില്ല, പക്ഷേ ഇവിടെ നമുക്ക് ആവശ്യമാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു വ്യക്തിക്കാലും ശരി, ഒരു സാധാരണ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചും he or she may be facing a lot of issues or problems. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ച് ടു ഗിവ് ഹിം ഓർ ഹെർ ദ റൈറ്റ് ഡിറക്ഷൻ, ശരിയായിട്ടുള്ള ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക. അത് ശരിയായിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള അറിവാണ് നമുക്ക്. ഒരു വ്യക്തി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, അന്നേരം ആ വ്യക്തിക്ക് വേണ്ടത് ശരിയായിട്ടുള്ള അറിവാണ്. അതിപ്പോൾ ഏത് തരത്തിലുള്ള വിഷയമാണോ ആ വ്യക്തി ഫേസ് ചെയ്യുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള അറിവുകൾ നൽകുക. അങ്ങനെ ആ വ്യക്തിയെ ശരിയായിട്ടുള്ള ദിശയിലേക്ക് നമ്മൾ നയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതിനെ നിങ്ങൾക്ക് യു ക്യാൻ കോൾ ഇറ്റ് മോട്ടിവേഷൻ, യു ക്യാൻ കോൾ ഇറ്റ് കോച്ചിങ്, യു ക്യാൻ കോൾ ഇറ്റ് ഇൻസ്പിറേഷൻ. ഇല്ല, ഇങ്ങനെയൊക്കെ നമുക്ക് പല പേരിട്ട് വിളിക്കാം. പക്ഷേ ഈ പേരിലൊന്നും കാര്യമില്ല. പക്ഷേ നമ്മളുടെ ഔട്ട്പുട്ട് എന്താണോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണോ എന്നുള്ളതാണ് ദാറ്റ് ഇസ് മാറ്റർ. അതാണ് ശരിക്കും പറഞ്ഞ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് നോളജ് കൊടുക്കുക അല്ലെങ്കിൽ റൈറ്റ് ഡിറക്ഷൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ഡിറക്ഷൻ നമുക്ക് ഒരു വ്യക്തിക്ക് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കുന്ന വ്യക്തിക്ക് ഒരു സെൻസ് ഓഫ് ഡിറക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു ദിശാബോധം ഉണ്ടായിരിക്കണം. നമുക്ക് ശരിയായിട്ടുള്ള അറിവ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു ബോധം നമുക്കുണ്ടാകണം. അത് ബിസിനസ്സിൻ്റെ കാര്യമായാലും ശരി, പേഴ്സണൽ ലൈഫിൻ്റെ കാര്യമായാലും ശരി, പ്രൊഫഷണൽ ലൈഫിൻ്റെ കാര്യമായാലും ശരി. പിന്നെ അല്ലാതെ സാധാരണ ഒരു വ്യക്തി, ഇപ്പോൾ നമുക്ക് ഈവൻ ഒരു പൊളിറ്റീഷ്യനെ പോലും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, കോച്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് നമ്മളൊരു വിഷയമായിട്ട് ചെല്ലുമ്പോൾ, നമ്മൾക്കൊരു അസുഖം അല്ലെങ്കിൽ നമുക്കൊരു വയ്യാഴിക, ഒരു ഹെൽത്തിൻ്റെ വിഷയമായിട്ട് ചെല്ലുമ്പോൾ ആ ഡോക്ടർ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് എന്താണ്? പ്രോപ്പറായിട്ട് ഡയഗ്നൈസ് ചെയ്യുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. പിന്നെ പുള്ളിയുടെ തന്നെ അസസ്മെൻറ്റിൽ കൂടെ, ടെസ്റ്റിങ്ങിൽ കൂടെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻസ്പെക്ഷൻ, എക്സാമിനേഷനിൽ കൂടെയൊക്കെ തന്നെ ഹി വിൽ കം ടു ദി റൈറ്റ് കൺക്ലൂഷൻ. അത് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കോച്ചസ്, മോട്ടിവേറ്റേഴ്സ്, ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരു എക്സലൻറ്റ് ഡോക്ടർ ആയിരിക്കണം. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഡയഗ്നോസിസ് നമ്മൾ ശരിയായ രീതിയിൽ നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് ഏത് തരത്തിലുള്ള സൊല്യൂഷനാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പരിഹാരമാണ് നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഡയഗ്നൈസ് കഴിഞ്ഞാൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രൈബ് ചെയ്യണം മെഡിസിൻ, അല്ലേ? മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ കോച്ചസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളെന്ന്. അതല്ലാതെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചില ലിമിറ്റഡ് ആയിട്ടുള്ള ചില എന്താണ് പറയുന്നത്, ഓൾറെഡി എന്താണ് ഞാൻ പറയുന്നത്, ചില ഫിക്സ്ഡ് ആയിട്ടുള്ള ചില ഐഡിയാസ്, ഫിക്സ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതല്ല. കാരണം എല്ലാവരുടെയും വിഷയങ്ങൾ, ഓരോരുത്തരുടെയും വിഷയം യുണീക്കാണ്. നമുക്കതിനെ ജനറലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മളൊരു മോട്ടിവേറ്റർ ആണെങ്കിൽ, ഒരു കോച്ചാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്പിറേറ്റർ ആണെങ്കിൽ, നമ്മുടെ മുമ്പിൽ വരുന്ന 10 വ്യക്തികളുടെ വിഷയങ്ങൾ 10 തരത്തിലായിരിക്കും. 10 വ്യക്തികൾ ഇനി ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരുന്നെങ്കിൽ തന്നെയും അവരുടെ 10 പേരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ 10 പേർക്കും വേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള സൊല്യൂഷനായിരിക്കും, ഡയറക്ഷനായിരിക്കും. അപ്പോൾ അത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഡയഗ്നൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഡിക്കൽ ടേംസിലല്ല, നമ്മൾ ഈ പറഞ്ഞ ഈ മോട്ടിവേഷൻ കോച്ചിങ് ടേംസിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള റൈറ്റ് ഐഡിയാസ് അല്ലെങ്കിൽ റൈറ്റ് നോളജ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വ്യക്തി ബിസിനസ് ചെയ്യുന്ന വ്യക്തിയുടെ വിഷയം ക്യാഷ് ഫ്ലോ ആണെങ്കിൽ, ആ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാൻ തരത്തിലുള്ള ഐഡിയാസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡയറക്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്, മറിച്ചായിരിക്കരുത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നൊരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കേണ്ട ഡയറക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. അപ്പം ഒട്ടുമിക്ക കേസുകളിലും, അല്ലെങ്കിൽ നമുക്ക് പൊതുവേ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വ്യക്തികൾ വീണ്ടും ഈ ഏത് പ്രശ്നമാണോ അവർ ഉന്നയിക്കപ്പെടുന്നത് ആ പ്രശ്നത്തിൽ തന്നെ അവർ സ്റ്റക്കാവുന്നതിൻ്റെ കാരണം അവർക്ക് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് ഡിറക്ഷൻ, അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് ഐഡിയാസ്, നോളജ്. അവരാരെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അവരിൽ നിന്നും കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ അവർക്ക് കിട്ടുന്നില്ല, ഐഡിയ അല്ലെങ്കിൽ നോളജ് അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ ആ പറഞ്ഞ പ്രശ്നത്തിൽ തന്നെ സ്റ്റക്കായിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആകാനും മറ്റ്
അഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ അവർക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള പ്രവണത അല്ലെങ്കിൽ സാധ്യത ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സ്റ്റെൻസീവായിട്ടുള്ള റൈറ്റ് കൈൻഡ് ഓഫ് ഡയഗ്നോസിസ് നടത്തണം. അതിനപ്പുറത്ത് നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ അവരുടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതായിരിക്കരുത്. കാരണം ഓരോ പ്രശ്നത്തിനും അതിൻ്റെ ആയിട്ടുള്ള യുണീക്നെസ് ഉണ്ട്, എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് അതായിട്ട് കണ്ടാൽ മാത്രമേ ആ വ്യക്തിയുടെ ആ പ്രശ്നത്തിന് നമുക്ക് പരിഹരിക്കാൻ സാധിക്കത്തുള്ളൂ. ആ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ കാണുന്നത് ആ പ്രശ്നവും വ്യക്തിയായിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കാണരുത്. കാരണം വ്യക്തിയുടെ പ്രശ്നമായതുകൊണ്ട് അത് വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ആ വ്യക്തിയുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. ചിലപ്പം ഞാൻ പറഞ്ഞ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ ഔട്ട്പുട്ടായിരിക്കും പ്രശ്നങ്ങൾ. വ്യക്തിയുടെ ബിഹേവിയറിൻ്റെ, ക്യാരക്ടറിൻ്റെ, അല്ലെങ്കിൽ മോറൽ സെൻസ് ഓഫ് മൊറാലിറ്റി ആണല്ലോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അദ്ദേഹത്തിനൊരു ധാർമ്മിക ബോധം ഉണ്ടായിരിക്കുമല്ലോ, കൂടുതലോ കുറവായിട്ടുള്ളത്. അപ്പോൾ ആ വ്യക്തി എന്താണോ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ, ഇൻഡിവിജ്വാലിറ്റിയുടെ, വ്യക്തിത്വത്തിൻ്റെ ആകത്തുകയുടെ ഒരു ഔട്ട്പുട്ടായിരിക്കാം പുള്ളിയുടെ ഈ വിഷയങ്ങൾ എന്നാണല്ലോ, പ്രശ്നങ്ങൾ എന്നാണല്ലോ. അപ്പം നമുക്ക് ഈ ഒരു വ്യക്തി കൊണ്ടുതരുന്ന നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രശ്നവും ഇഷ്യൂവും പ്രോബ്ലവും ആ വ്യക്തിയുടെ വ്യക്തിത്വവും തമ്മിൽ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കാണാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. കാരണം ആ വ്യക്തിയെ നമുക്ക് മൊത്തമായിട്ട് നമുക്ക് ഒരു എന്താണ് പറയുന്നത്, ഹോളിസ്റ്റിക്കായിട്ട് നമുക്ക് കണ്ടാൽ മാത്രമേ ഈ പ്രശ്നത്തെ നമുക്ക് മനസ്സിലാക്കുവാനും ഇനിയും ഈ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മൾ അത് പ്രിസ്ക്രൈബ് ചെയ്യുക. വ്യക്തിയുടെ ക്യാരക്ടറിനകത്തിലോ ബിഹേവിയറിനകത്തിലോ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഔട്ട്പുട്ടായിരിക്കുക ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോബ്ലം. അത് ബിസിനസ്സുകാരനായാലും ശരി, പ്രൊഫഷണലായാലും ശരി, മറ്റേത് തരത്തിലുള്ള വ്യക്തികളായാലും ശരി, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് സൊല്യൂഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ഈ വിഷയത്തെ, പ്രശ്നത്തെ നമ്മൾ കാണാവൂ. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് ഡയഗ്നൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, പ്രോപ്പറായിട്ട് നമുക്ക് അതിനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വ്യക്തികൾക്ക് വേണ്ടത് മോട്ടിവേഷൻ ആണോ ഇൻസ്പിറേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ താല്പര്യം അനുസരിച്ചുള്ള ഐഡിയാസ് അല്ല, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ കോച്ചിൻ്റെ താല്പര്യം അനുസരിച്ചുള്ള ഐഡിയ നോളജ് ആയിരിക്കരുത്. ആ വ്യക്തിയുടെ പ്രശ്നം യുണീക്കായിട്ട് കണ്ട് ആ വ്യക്തിയുടെ വ്യക്തിത്വമായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുക, ഡിറ്റാച്ച് ചെയ്യാതെ നമ്മളതിനെ ഡയഗ്നൈസ് ചെയ്തിട്ട് എക്സ്റ്റെൻസീവായിട്ട് ഡയഗ്നൈസ് ചെയ്യുക. ഫ്രം ഹെഡ് ടു ഫൂട്ട് എന്നൊക്കെ നമുക്ക് പറയാം. എക്സ്റ്റെൻസീവായിട്ട് നമ്മൾ അതിനെ ഡയഗ്നൈസ് ചെയ്തിട്ട് എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ, ആ പ്രിസ്ക്രിപ്ഷൻ ഷുഡ് ടേക്ക് പ്ലേസ് ഇൻ ദ ഫോം ഓഫ് റൈറ്റ് ഡിറക്ഷൻ, അല്ലെങ്കിൽ റൈറ്റ് ഐഡിയാസ്, റൈറ്റ് നോളജ് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. എന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രശ്നത്തെ ഓവർകം ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്ന് ആ വ്യക്തിയെ ലിബറേറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ആ വ്യക്തിയുടെ പ്രശ്നത്തെ കോംപ്ലിക്കേറ്റ് ചെയ്യാനോ സങ്കീർണതകളിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലല്ല, അല്ലെങ്കിൽ കോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലല്ല, അല്ലെങ്കിൽ പെർസെപ്ഷനിലല്ല, നമ്മുടെ മുമ്പിൽ പ്രോബ്ലമായിട്ട് വരുന്ന വ്യക്തിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. ആ വ്യക്തിയുടെ വ്യക്തിത്വം, ക്യാരക്ടർ, ബിഹേവിയർ, അതുപോലുള്ള സകലമാന വിഷയങ്ങളും കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ വ്യക്തിയുടെ ഏത് പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കത്തുള്ളൂ. അത് മെറ്റീരിയലായാലും ശരി, ഭൗതികമായിട്ടുള്ള വിഷയമായാലും ശരി, ഇനിയും സ്പിരിച്വലായിട്ടുള്ള വിഷയങ്ങളായാലും ശരി, ആ വ്യക്തി എന്താണോ ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ആ വ്യക്തിയുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസും മോറൽ ഇഷ്യൂസും ബിസിനസ് ഇഷ്യൂസും പ്രൊഫഷണൽ ഇഷ്യൂസും കരിയർ ബേസ്ഡ് ഇഷ്യൂസും റിലേഷൻഷിപ്പ് ബേസ്ഡ്, നമുക്കറിയാം റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് എമനേറ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അത് നല്ലതായാലും ചീത്തയായാലും ശരി, മോശമായാലും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നതിൽ വളരെ വീക്കാണെങ്കിൽ, ഒരു വ്യക്തി ധനം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഈ പറഞ്ഞ വീക്കാണെങ്കിൽ, അത് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ. ആ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വാലിറ്റി ചേഞ്ച് ചെയ്യാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അല്ല പുള്ളി അക്കൗണ്ടിങ് പ്രോപ്പറാക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് എഴുതിയതുകൊണ്ടോ, അല്ലെങ്കിൽ പൈസ ഇനി മുതൽ കുറച്ച് ചിലവാക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ വരുമാനം നേടിയുണ്ടെന്നോ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം വ്യക്തിയുടെ വ്യക്തിത്വമായിട്ട്, ഇൻഡിവിജ്വാലിറ്റിയായിട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും റൂട്ട് കോസ് അവിടെ ആയിരിക്കും. ആ റൂട്ട് കോസ് അനാലിസിസ് എന്താണോ നമ്മളത് നടത്തിയിട്ട്, അതാണ് ശരിയായുള്ള ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ആ ഡയഗ്നോസിസ് നമ്മൾ ചെയ്തിട്ട് തീർച്ചയായിട്ടും നമുക്ക് ആ വ്യക്തിയുടെ പ്രശ്നത്തിന് പരിഹാരം നമുക്ക് കാണാൻ സാധിക്കും. ആ പരിഹാരം ആ വ്യക്തിക്ക്
ശരിയായ ദിശ കാണിച്ചു കൊടുക്കുക. ആ ശരിയായ ദിശ നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ശരിയായ അറിവുകൾ നമ്മൾ നൽകിയാൽ മാത്രമേ നമുക്ക് അത് സാധ്യമാക്കാൻ അല്ലെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ നമ്മൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി കാണുക, അല്ല നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തില്ല കാണുന്നത്. എനിക്കിപ്പോൾ ഇത്രയും സെറ്റ് ഓഫ് നോളജ് ഉണ്ട്, ഞാനൊരു മോട്ടിവേറ്ററാണ്, അല്ലെങ്കിൽ കോച്ചാണ്, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഇത്രയൊരു സെറ്റ് ഓഫ് നോളജ് ഉണ്ട്. ആ നോളജിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിന്ന വ്യക്തികളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഈ സെറ്റ് ഓഫ് നോളജിൽ ഒതുക്കിക്കൊണ്ട് നമ്മൾ പരിഹാരം കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളും പരാജയപ്പെടും. നമ്മൾ അവരെ പരാജയപ്പെടുത്താനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർക്ക് നമുക്ക് റൈറ്റ് ഡിറക്ഷൻ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ദിശ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല, ശരിയായിട്ടുള്ള അറിവോ ആശയങ്ങളോ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മളുടെ സെറ്റ് ഓഫ് നോളജിനകത്ത് നിന്നുകൊണ്ട് മാത്രം നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള മനോവറബിലിറ്റി നമുക്ക് കാണത്തുള്ളൂ. മറിച്ച് നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്, ഓരോ വ്യക്തിയുടെയും വിഷയങ്ങൾ യുണീക്കാണ്. ആ യുണീക്നെസ്സിനെ മനസ്സിലാക്കി ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ആ വിഷയത്തെ പരിഗണിക്കാനും പഠിക്കാനും അതിന് സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് മോട്ടിവേഷനാണോ, കോച്ചിങ് ആണോ, ഇൻസ്പിറേഷൻ ആണോ നല്ലതെന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസറില്ല. ശരിക്കും വേണ്ടത് ഈ പറഞ്ഞ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീഡിയോയ്ക്ക് അത് പറയാനുള്ളത്. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.